തവിയിലേക്ക് മാറാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം എവിടെയെങ്കിലും പണത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പണി. എനിക്ക് കിട്ടുന്നത് 30 രൂപ 25 രൂപയൊക്കെയാണ്. അപ്പൊ ഇതുകൊണ്ട് ജീവിത ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. മഹാപ്രളയവും തുടർന്ന് വന്ന കോവിഡ് മഹാമാരിയും തീർത്ത ജീവിതത്തിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും ഉള്ള അതിജീവനമായിരുന്നു ശിവരാമൻ്റേത്. തടിപ്പണിക്കാരനായ ശിവരാമൻ ചിരട്ടത്തവിയുണ്ടാക്കി വിപണനമാരംഭിച്ച് ഒരു സംരംഭകനായ കഥ സ്ഫടികവുമായി പങ്കുവയ്ക്കുന്നു. ശിവരാമൻ്റെ യൂണിറ്റിൽ നിർമ്മിക്കുന്ന ചിരട്ടത്തവികൾ ഇന്ന് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പരിപാടി കഴിഞ്ഞു. ഈ പണി തുടങ്ങിയിട്ട് എനിക്കൊരു 18 വയസ്സുള്ളപ്പം പണി തുടങ്ങിയതാ. എന്റെ അച്ഛൻ്റെ കൂടെ ഇത് ഈ ചിരട്ട തവി ഉണ്ടാക്കാൻ അല്ല, പിന്നെ ആദ്യം ആശാരിപ്പണിയാണ്, തടിയുടെ പണിയായിരുന്നു. തടിയുടെ പണി കഴിഞ്ഞ് ഈ ഇവിടെ ഞാൻ അതായത് ഇപ്പൊ ഈ പണി പ്രസ്ഥാനത്തിൽ നിന്ന് ഈ തവിയുടെ പ്രസ്ഥാനത്തിലോട്ട് മാറിയിട്ട് ഒരു 8 മാസത്തിൽ കൂടുതലായി. 8 മാസമായി. അതിന് മുമ്പ് തടിപ്പണിയാണ്. അതെന്താ ഈ തവിയിലേക്ക് മാറാൻ കാര്യം? തവിയിലേക്ക് മാറാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം എവിടെയെങ്കിലും പണത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പണി. ആശാരിപ്പണി. അത് കാരണം കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ ഞാൻ ആലോചിച്ചപ്പം എനിക്കറിയാവുന്ന ഒരു പണി ഇതല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ കൂടുതൽ പണം മുടക്കില്ലാതെ കാര്യങ്ങളും കണ്ടമാനം പൈസ മുടക്കാൻ നമ്മുടെ ഇല്ല. ആകപ്പാടെ സാറേ ഈ കിടക്കുന്ന ഈ 4 സെന്റ് സ്ഥലം അതിനകത്ത് ഈ ഒരു മാടപ്പയും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കഴിഞ്ഞു പോകുന്നുണ്ട്. എവിടെ ഇത് വിൽക്കുന്നതൊക്കെ വിൽപ്പന നടത്തുന്നത്? എവിടെ? എൻ്റെ ആറ് കടകളിൽ കൊണ്ട് വിൽക്കുകയാണോ അതോ കടകളിൽ കൊടുക്കുക? കടകളിൽ എടുത്തോളൂ അവര്. അപ്പൊ നമ്മള് ഒരു തവിക്ക് എത്ര രൂപ വെച്ച് കൊടുക്കും? എനിക്ക് കിട്ടുന്നത് 30 രൂപ 25 രൂപയൊക്കെയാണ്. ഓക്കെ, കിട്ടുന്നു. തവിയുടെ വലിപ്പം അനുസരിച്ച് അല്ല, പിന്നെ ഞാൻ മൊത്തത്തിൽ ഒറ്റ വിലക്കാണ്. മൊത്തത്തിൽ ഒറ്റ വിലക്ക്. അത് ഏത് വലിപ്പമുള്ള തവിയാണെങ്കിലും ചെറിയ തവിയും വലിയ തവിയും എല്ലാം ഒരേ വിലക്ക് കൊടുക്കും. തിരിഞ്ഞുള്ള വിലയൊന്നും. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഈ തവി എടുക്കുന്ന കടക്കാരുണ്ട്. ഉണ്ട്. ഈ ഏന്തയാറ് അവിടൊക്കെയാ അല്ലേ? കഴിഞ്ഞ ദിവസം ഏന്തയാറ്റിക്കുള്ള 100 ഈ പിന്നെ പൊങ്കാല പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്ക് തവിക്ക് ചിലവ് കൂടുതലുണ്ട്. അതിന് മുമ്പിലത്തെ പ്രാരം മുണ്ടക്കയത്തുണ്ട് 150 എടുത്തു. അപ്പൊ ഒരാഴ്ച എത്ര തവി ഉണ്ടാക്കും? ഒരാഴ്ചയിൽ ഒരു 100 തവി ഉണ്ടാക്കാം. 100 തവി ഉണ്ടാക്കും. 100 തവി വിൽപ്പന നടത്തും ഒരാഴ്ച അല്ലേ? അപ്പൊ ഇതുകൊണ്ട് ജീവിത ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്ത വകയിലാണെങ്കിൽ നമ്മുടെ 50,000 രൂപ അത് കൊറോണ വന്ന് കടകളിലും ഓരോരുത്തരോട് മേടിച്ച പൈസ കൊടുക്കാം നിവൃത്തി ഇല്ലാഞ്ഞിട്ട് എടുക്കാം. വേറെ ഇവിടെ തവി ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ ഇപ്പൊ നമ്മുടെ ഈ നാട്? ഈ ഒരു കാര്യം. പിന്നെ ഈ തവികൾ എവിടുന്നാ വരുന്നത്? അല്ലാതെ ഈ ചിരട്ട തവികളൊക്കെ വരുന്ന എവിടുന്ന?
പിന്നെ ഇവിടെ വേറെ ഒരാളുണ്ട് തവി ഉണ്ടാക്കാൻ കൊള്ളാവുന്നത്, ശിവനെന്നും പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആ പരിപാടി നിർത്തി. അല്ല, ഇത് നമ്മുടെ സാധാരണ തവി എവിടുന്നാ വരുന്നത്? നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന തവി അത് എവിടുന്നെങ്കിലും ആരെങ്കിലും കുത്തിക്കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ ഈ വാണിജ്യാടിസ്ഥാനത്തിലൊന്നും തവി ഉണ്ടാക്കുന്ന ഇതൊന്നുമില്ല. ഇല്ല. ചേട്ടന്റെ കാലം കഴിയുമ്പോ ഈ തവി ഉണ്ടാക്കി നിന്നു പോകുന്നതാണ് ചേട്ടൻ ഈ പറയുന്നത്? അതോ അങ്ങനെയുള്ള അതായത് ചോദിച്ചാൽ ഇതിന് നമ്മള് കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പോയി കഴിയുമ്പോ എന്റെ മക്കൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. മക്കൾ രണ്ടും വേറെ ഫീൽഡിലാ. അതെ. വേറെ മൂത്ത മകൻ ടൈലിന്റെ പണിക്കാരനും മറ്റവൻ വണ്ടി ഓടിക്കും. ഓ ശരി. അവർ രണ്ടും ആശാരി പണിയിലേക്ക് ഇറങ്ങിയില്ല. ഇല്ല. കാര്യം ആദ്യം ഞാൻ കൊണ്ടുവരാ, അന്ന് അവര് പറഞ്ഞു അച്ഛാ കൈ നോക്കുമെന്നും പറഞ്ഞ് ആ പ്രസ്ഥാനത്തിന് കൈ. കാരണം ഇന്നത്തെ പോലുള്ള മെഷീൻ അന്നില്ല. ചിന്തേരി പിടിക്കുക പലകയോ ഇതാണ് സാമ്പിൾ അടിച്ച് റെഡിയാക്കുക. അന്നത് ഇല്ല. കാരണം പിള്ളേരതിൽ നിന്ന് പിന്മാറി വേറെ ഓരോ പരിപാടിയിലേക്കാണ്.